കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു ജാതി സെൻസസ് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. എന്നാൽ ഇത് ശരിയായ രീതിയിലല്ല ഈ സെൻസസ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രണ്ട് പ്രമുഖ സമുദായങ്ങൾ, ഒന്ന് വൊക്കലിംഗരും അതുപോലെ തന്നെ ലിംഗായത്തും, ഇവർ ബാംഗ്ലൂരിൽ യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരെ നീങ്ങാനാണ് ഇവരുടെ തീരുമാനം. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും സാർ? കർണാടകത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അനുഗ്രഹാശിസുകളോടെ ലീക്ക് ഔട്ട് ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. അത് മുൻപ് അവിടെ നടത്തിയിരുന്ന ഒരു ജാതി സെൻസസിന്റെ വിശദാംശങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്നും അത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ റിപ്പോർട്ട് ലീക്ക് ഔട്ട് ചെയ്തിരിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് കർണാടകത്തിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് OBC കമ്മ്യൂണിറ്റീസ്, ഒന്ന് ലിംഗായത്തുകൾ, രണ്ടാമത്തേത് വൊക്കലിംഗർ, ഇവര് ഇന്ന് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ യോഗം ബംഗളൂരുവിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ രണ്ട് സമുദായങ്ങളും കർണാടക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തികളാണ്. ശരിക്കു പറഞ്ഞാൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കർണാടക രാഷ്ട്രീയത്തെ ഭരിക്കുന്നത് അവരാണ്, നിയന്ത്രിക്കുന്ന അവരാണ്. അപ്പോൾ ഈ രണ്ട് സമുദായങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ റിപ്പോർട്ടിനെ എതിർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഈ സർവേ ശരിയായ രീതിയിലല്ല നടത്തിയത്. സർവേ ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി ഒരു പ്രത്യേക റിസൾട്ട് ഉറപ്പാക്കാൻ വേണ്ടി നടത്തിയ ഒരു തന്ത്രമായിരുന്നു. ഈ സർവേ പ്രകാരം കർണാടകത്തിൽ വൊക്കലിംഗരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 61.6 ലക്ഷം, അതായത് ജനസംഖ്യയുടെ 10.3% മാത്രമാണ്. ലിംഗായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 66.3 ലക്ഷം, അതായത് വെറും 11%. സർവേ പ്രകാരം പട്ടികജാതിക്കാരാണ് കർണാടകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹം. അവരേതാണ്ട് 18-20% വരും. രണ്ടാമത്തെ സമുദായമായിട്ട് മുസ്ലിങ്ങളാണ്. അവർ 12.6% വരും. സർവേ പ്രകാരം 72 ലക്ഷത്തിലധികം മുസ്ലിങ്ങളാണ് കർണാടകത്തിലുള്ളത്. അപ്പോൾ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. പട്ടികജാതിക്കാരാണ് ഏറ്റവും വലിയ സമുദായമെന്ന് സർവേ പറഞ്ഞെങ്കിലും കർണാടകത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നിരവധി സമുദായങ്ങളുണ്ട്. അതായത് 10-ലധികം സമുദായങ്ങൾ വരും പട്ടികജാതിയിൽ തന്നെ. അതുപോലെ പട്ടിക വിഭാഗത്തിലും നിരവധി സമുദായങ്ങളുണ്ട്. അങ്ങനെ വരുമ്പം ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസിൻ്റെ എണ്ണം എടുക്കുമ്പോൾ കർണാടകത്തിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായമായിട്ട് മുസ്ലിങ്ങൾ മാറുന്നു, ഈ സർവേ ശരിയാണെങ്കിൽ. ലിംഗായത്തുകളെ സംബന്ധിച്ച് ലിംഗായത്തുകൾ പറയുന്നത് അവരാണ് കർണാടകത്തിലെ ഏറ്റവും വലിയ സമുദായം. ഏതാണ്ട് 1.25 കോടിയിലധികം ജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ലിംഗായത്തുകൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഈ സർവേ ഒരുപാട് അടിസ്ഥാനപരമായ തെറ്റുകൾ വരുത്തി. അതായത് ലിംഗായത്ത് വിഭാഗത്തിൽ പല വിഭാഗങ്ങളുണ്ട്. ആ ലിംഗായത്തിലെ വീരശൈവർ ഉദാഹരണം, ആ വീരശൈവര് ഇതെല്ലാം തന്നെ പ്രത്യേകമായിട്ടാണ് ഈ സർവേയിൽ ഇവരുടെ ജാതി രേഖപ്പെടുത്തിയത്. അതായത് ലിംഗായത്ത് എന്നുള്ള ജാതിയായിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ വീരശൈവരും ഇപ്പോൾ ലിംഗായത്തിലെ പ്രമുഖ ഗ്രൂപ്പായ വീരശൈവർ പറയുന്നത് അവർ സ്വന്തമായിട്ടൊരു സർവേ ഉടൻ എടുക്കാൻ പോകുന്ന ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അവരൊരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം വീരശൈവർക്ക് എല്ലാ സ്ഥലത്തും യൂണിറ്റുകളും അവരുടെ മഠങ്ങളും എല്ലാം ഉണ്ട്. അവരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലിംഗായത്ത് അധികാരികൾക്ക് കൊടുക്കുമെന്നും അത് പുറത്തു വിടുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോ സമുദായവും തങ്ങളുടേതായ രീതിയിൽ ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം കുറ്റപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. അതായത് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ ഭീഷണിയിലാണെന്ന് തന്നെ ഞാൻ പറയും. നാളെ കർണാടകത്തിൽ ക്യാബിനറ്റ് കൂടാനിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈ പറയുന്ന ജാതി സെൻസസ് ആണ്. ഈ ജാതി സെൻസസ് ചർച്ച ചെയ്യാനിരിക്കുന്ന നാളത്തെ ക്യാബിനറ്റിന് മുന്നോടിയായിട്ട് ലിംഗായത്തുകളും വൊക്കലിംഗരും ഒരുമിച്ച് ബംഗളൂരുവിൽ യോഗം ചേരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഭയക്കേണ്ടതുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഈ ജാതി സെൻസസിന്റെ പിറകിലുള്ളത്. പക്ഷേ ഇനി അത് അത്ര എളുപ്പം ചെലവാകും കർണാടകത്തിൽ എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രതിഷേധങ്ങൾ അത്രമാത്രം ശക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായ DK ശിവകുമാർ, അദ്ദേഹം വൊക്കലിംഗ സമുദായത്തിൽപ്പെടുന്ന ആളാണ്.
DK ശിവകുമാർ തൻ്റെ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസിലെ MLA-മാരെ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അത് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ കാരണം അവരുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും അതുപോലെ എടുത്തു ചാടണ്ട എന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഈ സമുദായത്തിൽപ്പെട്ട MLA-മാരുടെ യോഗം വിളിച്ചുകൂട്ടിയതും അവരുമായിട്ട് പിന്നെ ഇൻട്രാക്ഷൻ നടത്തിയതും എന്നാണ് DK ശിവകുമാർ പറഞ്ഞത്. അതുപോലെ തന്നെ ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ വനം വകുപ്പ് മന്ത്രി. അപ്പൊ ഒരു ലിംഗായത്ത് നേതാവാണ്. അപ്പൊ അദ്ദേഹവും കോൺഗ്രസിലെ ലിംഗായത്ത് MLA-മാരുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ എല്ലാം തന്നെ ഒരു കാര്യത്തിൽ ഐക്യമുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ള ജാതി സെൻസസ് അപൂർണവും അശാസ്ത്രീയവുമാണ്. ഇത് വളരെ കൃത്യമായിട്ട് അവര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സർവേ ക്യാൻസൽ ചെയ്യുകയും പുതിയൊരു സർവേ കർണാടകത്തിൽ നടത്തുകയും ചെയ്യണമെന്നാണ് ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങളുടെ ഐകകണ്ഠേനയുള്ള ആവശ്യം. ഈ രണ്ട് സമുദായങ്ങൾ ഒത്തുചേർന്നാൽ ഇവൻ സർക്കാരിന്റെ കണക്കുകൾ, ഇപ്പോഴത്തെ പുതിയ ജാതി സർവേ കണക്കുകൾ വെച്ച് തന്നെ അവർ തന്നെയാവും ഏറ്റവും വലിയ ഗ്രൂപ്പ്. നമ്മൾ അവരുടെ ലിംഗായത്തുകളുടെയും ഒക്കലിംഗരുടെയും ഒന്നും അവകാശവാദങ്ങളെ കണക്കിലെടുക്കണ്ട. സർക്കാർ സിദ്ധരാമയ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്ന സർവേ പ്രകാരവും ഈ രണ്ട് സമുദായങ്ങളോട് ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ അവിടെ കർണാടകത്തിൽ ഒരു രാഷ്ട്രീയ സാമൂഹിക കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാവും എന്നതിൽ സംശയമില്ല. ആ കൊടുങ്കാറ്റിനെ നേരിടാൻ സിദ്ധരാമയ്യ സർക്കാരിന് കഴിയുമോ എന്നത് തീർത്തും സംശയമാണ്. ഇത് മാത്രമല്ല, പിന്നെ ലിംഗായത്ത് നേതാക്കൾ മറ്റൊരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന, അതായത് ഈ സർക്കാരിന്റെ കൈവശമുള്ള സർവേ പ്രകാരം ഏറ്റവും വലിയ ഒറ്റ സമുദായമായി മുസ്ലിങ്ങൾ മാറിയെങ്കിൽ അവർക്ക് പിന്നീട് എങ്ങനെ ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കും? അങ്ങനെയെങ്കിൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു കളയണം എന്നും ലിംഗായത്ത് ഒക്കലിംഗ സമുദായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കർണാടക രാഷ്ട്രീയം വലിയ കലുഷിതമാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാളത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് പ്രത്യേകിച്ചും ഈ സർവേയെക്കുറിച്ച്, അതായത് ഇപ്പോൾ സർക്കാരിന്റെ കൈവശമിരിക്കുന്ന ജാതി സെൻസസിന്റെ കുറിച്ച് സംസാരിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ കർണാടക രാഷ്ട്രീയത്തിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നത് പ്രവചനാതീതമാണ്. ഈ ഒരു സാഹചര്യത്തിൽ BJP സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, കർണാടകത്തിലെ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ വിഭജിക്കാനായിട്ട് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് BJP ആക്ഷേപിക്കുന്നത്. ഇതല്ലാതെ വിവിധ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തിയ ഒരു സുതാര്യമായ പ്രക്രിയ അല്ലെന്നും ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത് അശാസ്ത്രീയമായ രീതിയിൽ ഈ സർവേ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു സർവേ മാത്രമാണ് ഇതെന്നുമാണ് കർണാടക BJP അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കർണാടക ജനതാദളും കൃത്യമായി ഈ വിഷയത്തിൽ സർവേക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കർണാടകത്തിലെ ജനതാദൾ പ്രത്യേകിച്ച് ഒക്കലിംഗ സമുദായത്തിന്റെ ഒരു നിർലോഭമായ പിന്തുണ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചുരുക്കി പറഞ്ഞാൽ കർണാടകത്തിലെ ഒക്കലിംഗ ലിംഗായത്ത് സമുദായങ്ങൾ പ്രതിപക്ഷത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഈ വരുന്ന ദിവസങ്ങളിൽ സാധ്യത. ഇത് കോൺഗ്രസിനുള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയാൽ, ഈ രണ്ട് സമുദായങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി കോൺഗ്രസിൽ തുടരുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരിക്കും. കാരണം സ്വന്തം സമുദായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കർണാടകത്തിൽ ജാതി വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ജാതിക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയ ലോയൽറ്റികളൊന്നും കർണാടകത്തിലില്ല. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കോൺഗ്രസിന് എന്നുള്ളത് സംശയമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വെളുക്കാൻ തേച്ചത് പാണ്ടായ ഒരു അവസ്ഥയിലാണ്. കോൺഗ്രസ് ഈ ജാതി സെൻസസ് കൊണ്ടുവന്നത് BJPയുടെ ഒരു ഹിന്ദു ഏകീകരണം എന്നുള്ള ഒരു മുദ്രാവാക്യത്തെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താനും ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വിഭജനം ഉണ്ടാക്കി മുസ്ലിം വോട്ടിന്റെ സഹായത്തോടു കൂടി കർണാടകത്തിൽ BJPയെ കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പരിണത ഫലം നമ്മൾ കാണുന്നത് അത് തിരിച്ചടിക്കുന്ന രീതിയിലാണ്. എന്താണോ കോൺഗ്രസ് ഉദ്ദേശിച്ച് അതിന് നേരെ വിപരീത ഫലമാണ് ഇപ്പോൾ അവിടുത്തെ ഈ ഒരു പുതിയ സംഭവവികാസങ്ങൾ നമുക്ക് ആ രീതിയിലാണ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ഈ പുതിയ സംഭവവികാസങ്ങൾ നമ്മളെ
നമ്മളുടെ നേരെ നമുക്ക് തരുന്ന ഒരു വിവരം. എന്തായാലും നാളെ ഇന്നത്തെ ഒക്കലിംഗ ലിംഗായത്ത് മീറ്റിങ്ങും അതുപോലെ നാളത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം കർണാടക രാഷ്ട്രീയം ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത കൈവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.